എനിക്ക് രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമാണ്. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഇങ്ങനത്തെ ചെപ്പടി വിദ്യകൾ, അതായത് കടലിൽ ചാടുക, കടയുടെ മുകളിൽ കയറിയിരിക്കുക, കടയിൽ കയറി ചപ്പാത്തി കഴിക്കുക, പഴമുണ്ട കഴിക്കുക, വാഴപ്പഴം കഴിക്കുക, പിന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ഈ വക വേഷം കെട്ട് കാണിക്കുക, ഇതൊക്കെ വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയം വശമില്ലാത്തതുകൊണ്ടാണ്. നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ തഴമ്പ് അദ്ദേഹം പുറത്ത് തപ്പി നോക്കിയിട്ട് ഇനി ഒരു കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ശബരിമല സന്നിധാനത്ത് ശബരിമല തീർത്ഥാടകരെ ചതിക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ പ്രസിഡന്റ് തിരക്ക് കണ്ട് ഭക്തന്മാരുടെ തിരക്ക് കണ്ട് പകച്ചുപോയി. കള്ളന്മാർ, സ്വർണം മോഷ്ടിച്ചവർ, പണം അടിച്ചു മാറ്റിയവർ, കൊടിമരത്തിൻ്റെ മുകളിലെ കുതിരയെ കൊണ്ടുപോയവർ, അവരൊക്കെ ചുറ്റും കൂടി നിന്ന് ഈ ഇന്നത്തെ പുതിയ പ്രസിഡന്റിനെ കയ്യിലൊതുക്കി പേടിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ശബരിമലയിൽ സന്നിധാനത്തെ ഭക്തന്മാർക്ക് യാതൊരു സൗകര്യവുമില്ല. ഭക്തജന തിരക്ക് കണ്ട് പകച്ചു പോകുന്ന ഒരു പ്രസിഡന്റിനെ വെച്ചിട്ട് എങ്ങനെയാണ് ശബരിമല മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? തിരക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. ശബരിമലയെ നശിപ്പിക്കുകയാണ് ഇടതുപക്ഷം. ശബരിമലയെ ഭക്തന്മാർ വരാതിരിക്കാനുള്ള കാര്യമാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. ഭക്തന്മാരെ വഞ്ചിക്കുകയാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. ആചാരത്തെ തകർത്തു, കട്ടളയും ദ്വാരപാലകരും സ്വർണവും മോഷ്ടിച്ചു. ഇപ്പം കുടിവെള്ളം കൊടുക്കാതെ, വിരിവെക്കാൻ സ്ഥലമില്ലാതെ ഭക്തജനങ്ങൾ കൂട്ടത്തോടെ ശബരിമലയിൽ നിന്ന് തൊഴാൻ പറ്റാതെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് വാർത്ത. ഏറ്റവും അവസാനത്തെ വാർത്ത അതാ. തൊഴാൻ പറ്റാതെ പന്തളത്ത് പോയിട്ട് തൊഴുകയാണ്. ഇത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിട്ട് മാറുകയാണ്. ശബരിമലയിൽ തൊഴാൻ 41 ദിവസം വ്രതം എടുത്തു വന്നിട്ട് ശബരിമലയിൽ തൊഴാൻ പറ്റാതെ പന്തളത്തേക്ക് തിരിച്ചു പോകുന്ന നൂറുകണക്കിന് അയ്യപ്പ ഭക്തന്മാരോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് അഴിമതി നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അഴിമതി നടത്തുന്ന ദേവസ്വത്തിനെതിരായി ഒപ്പുശേഖരണം ആരംഭിച്ചിരിക്കുകയാണ്. അഴിമതി നടത്തുന്ന ദേവസ്വത്തിനെതിരെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പുശേഖരണം സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒപ്പുശേഖരണം വ്യാപകമായി നടക്കുകയാണ്. അയ്യപ്പ ഭക്തന്മാർ കൂട്ടത്തോടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ആവശ്യത്തിന്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഒപ്പുശേഖരണത്തിൽ പങ്കാളികളാവാണ്. ഇപ്പം ശബരിമലയെ ഒരിക്കൽ കൂടെ തകർക്കുന്ന, ശബരിമലയിൽ യാതൊരു സൗകര്യവും ചെയ്തു കൊടുക്കാത്ത, അയ്യപ്പന്മാരെ വഞ്ചിക്കുന്ന, അയ്യപ്പനെ, ശബരിമല ധർമ്മശാസ്താവിനെ വഞ്ചിക്കുന്ന, കാരണം ധർമ്മശാസ്താവിന് ഏറ്റവും പ്രിയപ്പെട്ടത് അയ്യപ്പന്മാരാണ്. ആ അയ്യപ്പന്മാരെ അങ്ങോട്ട് കടത്താതെ, അയ്യപ്പന്മാർക്ക് അവിടെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരായി തരം താഴ്ന്നിരിക്കുന്നു ഈ സർക്കാർ എന്ന് അതിശക്തമായ ഭാഷയിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കേരളത്തിലെ അയ്യപ്പന്മാരോട് ചെയ്യുന്ന ഒരു ചതി സഹിക്കാൻ പറ്റുന്നില്ല. നെഞ്ച് നീറുകയാണ് ഞങ്ങളുടെയൊക്കെ. ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർ അയ്യപ്പനെ കാണാതെ, നെയ്യഭിഷേകം നടത്താതെ അവർ തിരിച്ചു പോരേണ്ടി വരുന്ന ഒരു ഗതികേട് ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാർക്കും ഹിന്ദുക്കൾക്കും അയ്യപ്പ വിശ്വാസികൾക്കും ഉണ്ടാകുന്നത് പിണറായി സർക്കാർ ബോധപൂർവമായി ഉണ്ടാക്കുന്നതാണ്. ശബരിമലയെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. അവർക്ക് സ്വർണം കട്ടത് പോരാ, ഇനിയും പലതും അടിച്ചു മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. അതിനെതിരെ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധിക്കുന്നു.